പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കി ഏജൻസികൾ. വിവിധ അന്വേഷണ ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരും ബൈസരൺ താഴ്വര സന്ദർശിച്ചു. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി നാളെ ശ്രീനഗറിലെത്തും. ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. രാജ്യം നടുങ്ങിയ ഭീകരാക്രമണം നടന്ന് 48 മണിക്കൂർ പിന്നിടുമ്പോൾ സുരക്ഷാസേനയുടെ വലയത്തിലാണ് ബൈസരൺ താഴ്വര. ആക്രമണം നടന്ന പിക്നിക് സ്പോട്ടിൽ പോലീസ് കമാൻഡോകളും CRPF ജവാന്മാരുമടക്കം 100 കണക്കിനു പേരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പ്രദേശത്തെ ഏജൻസികളുടെ പരിശോധന തുടരുകയാണ്. ഉന്നത IB ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീരിലെ പ്രത്യേക സംഘവും ബൈസരണിൽ പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം NIA സംഘം പരിശോധന പൂർത്തിയാക്കിയിരുന്നു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാളെ ശ്രീനഗർ സന്ദർശിച്ച് സാഹചര്യങ്ങൾ അവലോകനം ചെയ്യും. പാകിസ്ഥാനെതിരായ നടപടികൾ ഇന്ത്യ കടുപ്പിക്കുന്നതിനിടെയാണ് കരസേനാ മേധാവിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം. താഴ്വരയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും മറ്റു സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് തിരച്ചിൽ. ബൈസറിനോട് ചേർന്ന വനമേഖലയിൽ മുഴുവൻ സുരക്ഷാസേന തിരച്ചിൽ തുടരുകയാണ്. ആക്രമണവുമായി ബന്ധപ്പെട്ട 100-ലേറെ പേരെ ഇന്നും ജമ്മു കാശ്മീർ പോലീസ് ചോദ്യം ചെയ്തു. നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ജമ്മു കശ്മീരിൽ ശക്തമാകുകയാണ്. ഗ്രൗണ്ട് സീറോയിൽ സുരക്ഷാസേന സജീവം. ഇന്റലിജൻസ് ഏജൻസികൾ ഉൾപ്പെടെ പ്രദേശത്ത് പരിശോധന നടത്തി. ഭീകരവാദികൾ ഉടൻ പിടിയിലാകും എന്ന ആത്മവിശ്വാസമാണ് ജമ്മു കശ്മീർ പോലീസ് പ്രകടിപ്പിക്കുന്നത്. പഹൽഗാമിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.